ഞാൻ സച്ചേട്ടനെയും ഈ വീടിനെയും അച്ഛനെയും ഒക്കെ ഉപേക്ഷിച്ച് പോയപ്പോ എടുത്ത് എന്താ കരുതിയത്? എന്നേക്കുമായിട്ട് ഞാൻ ഈ വീട് വിട്ടു പോയതാണെന്നോ? ഒരിക്കലുമല്ല. ഈ വീടിനെയും ഇവിടെ ഉള്ളവരെയും നിങ്ങളിൽ നിന്ന് രക്ഷിക്കാനുള്ള തെളിവുകൾ തേടി പോയതാ ഞാൻ. ഇപ്പൊ ഇവിടെ നടന്ന എല്ലാ സംഭവങ്ങൾക്കും പിന്നിൽ നിങ്ങളാണെന്നുള്ളതിന്റെ തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട്. അച്ഛാ, എന്റെ കുഞ്ഞിന് ജാതകദോഷം ഉണ്ടെന്ന് ആ ജോൾസിനെ കൊണ്ട് മനഃപൂർവ്വം പറയിപ്പിച്ചത് ഈ ഏട്ടത്തിയാ. അവർ രണ്ടുപേരും ചേർന്ന് അച്ഛനെ ട്രാപ്പിലാക്കുമായിരുന്നു. അച്ഛാ, അത് മാത്രമല്ല, നമ്മുടെ ഫാക്ടറിയിൽ നടന്ന തീപിടുത്തത്തിന്റെ പിന്നിലും ദാ ഇവരാണ്. ആ മാനേജർ ഉപയോഗിച്ച് മനഃപൂർവ്വം ലൈസൻസ് പുതുക്കാതിരുന്നതും ഇവരാ. അങ്ങനെ അച്ഛനെ ജയിലിലടക്കാമെന്ന് ഇവർ കരുതി. സ്നേഹയുടെ പ്രഗ്നൻസി എങ്ങനെ ഇല്ലാതായി നിങ്ങൾ എല്ലാവരും കരുതിയിരിക്കുന്നത്? ആരും അറിയാതെ മാംഗോ ജ്യൂസിൽ വിഷം കലർത്തിയതും ഇവരാ. കഴിഞ്ഞ ദിവസം അച്ചു ചേച്ചി പറഞ്ഞിട്ട് ഞാൻ അവന്തികേട്ടത്തിന്റെ മുറി പരിശോധിച്ചു. അന്ന് ആ ജ്യൂസിൽ ചേർത്ത വിഷത്തിന്റെ ബാക്കി എനിക്ക് ആ മുറിയിൽ നിന്ന് കിട്ടി. ഇല്ലാതാക്കിയല്ലേ? നിങ്ങളെ ഞാൻ വച്ചേക്കില്ല. ധനുഷേ, നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരെ കൊന്നു കളയണം. സ്നേഹ, മതി, വിട്. മാറിങ്ങോട്ടെ. മതി, നമ്മുടെ കുഞ്ഞിന് അത്ര ആയുസുള്ളെന്ന് കരുതിയാ മതി. ഇവരോടൊപ്പം ചേർന്ന് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് ദൈവം എനിക്ക് തന്ന ശിക്ഷയായിട്ട് കരുതിക്കോളാം. ദൈവമല്ലല്ലോ, ഇവരല്ലേ നമ്മുടെ കുഞ്ഞിനെ കൊന്നത്.